ഹായ് ഫ്രണ്ട്സ്, ലോകത്തിലെ തേർഡ് ലാർജസ്റ്റ് ഓട്ടോ മാർക്കറ്റാണ് ഇന്ത്യയുടേത്. നമ്മുടെ EV വെഹിക്കിൾ സെഗ്മെൻറ്റ് ഇപ്പോഴും ശേഷവദിശയിലാണ്. ടോട്ടൽ കാർ സെയിൽസിൻ്റെ വെറും 2% മാത്രമാണ് EV കാറുകൾ എന്നാണ് സെയിൽസ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ കാർ ബ്രാൻഡുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ തോതിൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾ ഇവിടെ ഏർപ്പെടുത്തിയുള്ള ഇമ്പോർട്ട് ടാക്സ് അവർക്ക് താങ്ങാൻ പറ്റുന്നതിൽ അധികമാണ് എന്നതിനാൽ അവർക്ക് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ലോകോത്തര EV കാർ ബ്രാൻഡായിട്ടുള്ള ടെസ്ലയുടെ ഓണറായിട്ടുള്ള എലോൺ മസ്ക് ഇന്ത്യയുടെ ഈ ഒരു ഹൈ ഇമ്പോർട്ട് ടാക്സിനെതിരെ സംസാരിക്കാറുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് പുതിയ EV നയം കഴിഞ്ഞ മാർച്ചിൽ പ്രഖ്യാപിച്ചപ്പോൾ എലോൺ മസ്കിൻ്റെ ഈ ഒരു വിമർശനം ഉൾക്കൊള്ളുകയും 15% ഇളവ് ഇമ്പോർട്ട് ചെയ്യുന്ന EV കാറുകൾക്ക് അനുവദിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ ഇന്ത്യ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. അതായത് മിനിമം $500 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ ഈ EV കാർ സെഗ്മെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഇളവ് നൽകുക. ഇപ്പോൾ ടെസ്ല ഓൾറെഡി ബോംബെ, ഡൽഹി പോലുള്ള മെട്രോ നഗരങ്ങളിൽ ഷോറൂം സെറ്റപ്പ് ചെയ്യാനുള്ള പ്ലാനുമായി മുന്നോട്ട് പോവുകയാണ്. കൂടാതെ $2 മുതൽ $3 ബില്യൺ വരെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ 22-ാം തീയതി അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഒരു കൂടിക്കാഴ്ചയും അറേഞ്ച് ചെയ്തതായിട്ട് നമുക്ക് വാർത്തകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ ഈ ടെസ്ല ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ടെസ്ലയുമായിട്ട് ടൈപ്പുള്ള പല കമ്പനികളും, പ്രത്യേകിച്ച് ഓട്ടോ ആക്സിലറി സെക്ടറുകളിൽ, ഒരു കമ്പോണൻസ് നിർമ്മിച്ച് നിൽക്കുന്ന സെക്ടറുകളിൽ പല കമ്പനികളും ഇന്ത്യൻ കമ്പനികളും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ടെസ്ലയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ കമ്പോണൻസ് നൽകുന്നുണ്ട്. അത്തരത്തിൽ 8 കമ്പനികളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കമ്പനികൾ എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് അനുയോജ്യമായിരിക്കും, ഇപ്പോൾ എൻട്രി എടുക്കുന്നത് നല്ലതാണോ, ടെക്നിക്കലി ഓക്കെ ആണോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കത് ലോങ് ടേമിൽ ഗുണം ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഹാർഫർ-ഐയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒന്നാമത്തെ സ്റ്റോക്ക് സംവർദ്ധന മദേഴ്സ് ഇൻ്റർനാഷണലാണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും കാറുകൾക്ക് മറ്റ് വാഹനങ്ങൾക്കും ആവശ്യമായുള്ള റിയർ വ്യൂ മിറർ നിർമ്മിക്കുന്ന കമ്പനിയാണ് സംവർദ്ധന മദേഴ്സ് ഇൻ്റർനാഷണൽ. ഇവരുടെ തന്നെ മറ്റൊരു സബ്സിഡിയറി ആയിട്ടുള്ള മദേഴ്സ് സുമി വയറിംഗ് സിസ്റ്റം ഇന്ത്യയിൽ നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റുകൾ കാണാൻ കഴിയുന്നതാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 86,000 കോടിയുള്ള ഒരു മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. 149 രൂപയായിരുന്നു ഇതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 52 വീക്ക് ഹൈയിൽ നിന്ന് വലിയ തോതിൽ കറക്റ്റ് ചെയ്യാതെ ഒരു 52 വീക്ക് ഹൈയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്കിൻ്റെ PE 54 ഇൻഡസ്ട്രി PE 32. ഇൻഡസ്ട്രി PEയേക്കാളും കൂടുതലാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂം കൂടുതലാണ്. ROCE 8.7 ROE 7.6 ആക്ച്വലി ഇത് അത്ര നല്ലൊരു ROE നമുക്കാണെങ്കിൽ, എന്നാൽ സെയിൽസ് ഗ്രോത്ത് 28%, പ്രോഫിറ്റ് ഗ്രോത്ത് 57% കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.97 അത്യാവശ്യം കടം ഈ കമ്പനിക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രൊമോട്ടർ ഹോൾഡിംഗ് 64%, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 12%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 18% ശക്തമായൊരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഈ സ്റ്റോക്കിലുണ്ട് എന്നുള്ളത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഈ സ്റ്റോക്കിൽ ഒരു ലോങ് ടേം എൻട്രിക്ക് ഇപ്പോൾ ഇതൊരു എക്സ്പെൻസീവ് വാല്യൂഷനിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വെയിറ്റ് ചെയ്ത് ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ബെസ്റ്റ് ബൈയിങ് ലെവലായിട്ട് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ തോന്നുന്ന ഒരു 105-110 എന്നുള്ള ഒരു പ്രൈസ് ലെവലിലേക്ക് സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു എൻട്രി ലെവലായിട്ടാണ് കാണാൻ കഴിയുന്നത്. അടുത്ത സ്റ്റോക്ക് സുപ്രജിത്ത് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. വാഹനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റ് ഡ്യൂട്ടി കൺട്രോൾ കേബിൾ മേക്കേഴ്സ് ആയിട്ടുള്ള ഗ്ലോബൽ ലെവലിലുള്ള ഒരു പ്ലെയറാണ് സുപ്രജിത്ത് എഞ്ചിനീയറിംഗ്. കൂടാതെ ലാർജസ്റ്റ് ഓട്ടോമോട്ടീവ് ഹാലജൻ ബൾബ് നിർമ്മാതാക്കൾ കൂടിയാണ് ഈ സുപ്രജിത്ത് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 5,936 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. 478 രൂപയായിരുന്നു ഇതിൻ്റെ ഓൾ ടൈം ഹൈ. ഇപ്പോൾ 52 ഹൈൻ്റെ അടുത്താണ് നിൽക്കുന്നത്. 5% ഒരു കറക്ഷൻ മാത്രമേ കാണുന്നുള്ളൂ. സ്റ്റോക്കിൻ്റെ PE 39.8, ഇൻഡസ്ട്രി PE 32. അപ്പോൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ 4.66, PEG റേഷ്യോ 20.8. മൊത്തത്തിൽ ഈ സ്റ്റോക്കും നമുക്ക് സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡ് ആയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ROCE 15, ROE 13. ഒരു ബിലോ ആവറേജ് ROE സെയിൽസ് ഗ്രോത്ത് 9.87, പ്രോഫിറ്റ് ഗ്രോത്ത് 6.64. ഇത് വളരെ പൂറായിട്ടുള്ളൊരു സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.57. ഇറ്റ്സ് ഓക്കെ. പ്രൊമോട്ടർ ഹോൾഡിംഗ് 44.6 എന്നുള്ള മോശമല്ലാത്തൊരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 4%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 16% ഹോൾഡിംഗ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. ഈ സ്റ്റോക്കിലും ഒരു ലോങ് ടേം എൻട്രി ഇപ്പോൾ ഒരു എക്സ്പെൻസീവ് വാല്യൂഷൻ ആയതുകൊണ്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബെറ്റർ വെയിറ്റ് ഫോർ എ കറക്ഷൻ. ഇതിൻ്റെ ഒരു ബെസ്റ്റ് പ്രൈസ് ലെവൽ എന്ന് എനിക്ക് തോന്നുന്നത് 360-370 എന്നുള്ളതാണ് നമുക്കൊരു ടെക്നിക്കൽ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഇനി അടുത്ത സ്റ്റോക്ക് സോന BMW പ്രിസിഷൻ ഫോർജിങ് എന്ന് പറയുന്ന കമ്പനിയാണ്. എല്ലാ വെഹിക്കിൾ കാറ്റഗറിയിലുള്ള വാഹനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗിയേഴ്സ്, മൈക്രോ ഹൈബ്രിഡ് മോട്ടോഴ്സ്, ട്രാക്ഷൻ മോട്ടോഴ്സ്, പ്രത്യേകിച്ച് EV സെഗ്മെൻറ്റിലുള്ള ഇത്തരം ഡിസൈൻ മാനുഫാക്ചറിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സോന BMW പ്രിസിഷൻ ഫോർജിങ് എന്ന് പറയുന്ന കമ്പനി. മാർക്കറ്റ് ക്യാപ്പ് 39,878 കോടിയുള്ള ഒരു മിഡ് ക്യാപ്പ് കമ്പനിയാണ്. ഹൈ പ്രൈസ് 840 വരെ പോയിരുന്നു. ഇതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 5% മാത്രമേ ഇതും ഒരു ഹൈ പിയിലാണ് ഇപ്പോഴും. നമുക്ക് ഇതിൻ്റെ ഒരു 52 വീക്ക് ഹൈൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്റ്റോക്കിൻ്റെ PE 80.1 ഇൻഡസ്ട്രി PE 32 മാത്രമേ ഉള്ളൂ. പ്രൈസ് ടു ബുക്ക് വാല്യൂ 16.4, PEG റേഷ്യോ 2.09. മൊത്തത്തിൽ ഈ സ്റ്റോക്കും ഹൈലി എക്സ്പെൻസീവ് ആയിട്ടാണ് കാണാൻ കഴിയുക. ROC 22, ROE 18.3. ഇത് നല്ലൊരു ROE/ROCയുമാണ്. സെയിൽസ് ഗ്രോത്ത് 23, പ്രോഫിറ്റ് ഗ്രോത്ത് 30. വളരെ എക്സലൻ്റ് ആയിട്ടുള്ള സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ PE നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. എങ്കിലും ഓവർ വാല്യൂഡ് ആണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.16 ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 29.7% ഒരു കമ്പനിയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് 32%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന് 27% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. അതുകൊണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേണും വളരെ കുഴപ്പമില്ലാത്തൊരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറവാണെങ്കിലും ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ നല്ല സ്റ്റേക്ക് ഈ സ്റ്റോക്കിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ഷോർട്ട് ടേം ഓപ്പർച്യൂണിറ്റി ഉണ്ട് സ്വാഭാവികമായിട്ടും. കാരണം നല്ല വോളിയം ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു ലോങ് ടേം എൻട്രിക്ക് ഇപ്പോൾ ഇതൊരു എക്സ്പെൻസീവ് വാല്യൂഷനായിട്ടാണ് ഇതിനാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ബെസ്റ്റ് ബൈങ് ലെവലായിട്ട് ലോങ് ടേമിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു 570-600 ആ ഒരു ലെവലിൽ ലഭിക്കുകയാണെങ്കിൽ നല്ലൊരു അവസരമായിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റോക്ക് വെറോക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ്. വാഹനങ്ങൾക്ക് ആവശ്യമായ എക്സ്റ്റീരിയർ ലൈറ്റിംഗ് സിസ്റ്റവും പ്ലാസ്റ്റിക് പോളിമർ കമ്പോണൻസ് നിർമ്മിക്കുന്ന, കൂടാതെ ഇലക്ട്രോണിക് കമ്പോണൻസും കൂടാതെ പ്രിസിഷൻ മെറ്റാലിക് കമ്പോണൻസ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് വെറോക്ക് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 7,870 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ഹൈ പ്രൈസ് 1,179 വരെ പോയിരുന്നു. അതിൻ്റെ 52 ഹൈയിൽ നിന്ന് 18% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ PE 14 മാത്രമേ ഉള്ളൂ. ഇൻഡസ്ട്രി PE 32 ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 7.59 ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് വാല്യൂഷനിലാണെങ്കിലും ഈ സ്റ്റോക്ക് ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് PE ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ROC 8.13 മാത്രമേ ഉള്ളൂ. ROE -55.9 ആണ്. വളരെ മോശമായിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽസാണ് ROCയിലും ROEയിലും കാണുന്നത്. സെയിൽസ് ഗ്രോത്ത് 6.29, പ്രോഫിറ്റ് ഗ്രോത്ത് അമേസിംഗ് ആയിട്ടുള്ള 1.603% ആണ് കാണിക്കുന്നത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 1.39, ഡെപ്റ്റ് കുറച്ച് കൂടുതലാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 75% ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് 4%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 12% ഹോൾഡിംഗ് നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മോശമല്ലാത്ത ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഈ സ്റ്റോക്കിലുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഈ സ്റ്റോക്ക് ഒരു ലോസ് മേക്കിംഗ് കമ്പനിയായിരുന്നു. FY21, FY22, FY23 ഈ 3 വർഷങ്ങളിലും ഈ സ്റ്റോക്ക് നെഗറ്റീവ് നെറ്റ് പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ വമ്പിച്ച ഒരു മുന്നേറ്റം ഈ സ്റ്റോക്ക് കഴിഞ്ഞ വർഷം കാണിച്ചതായി കാണാം. ഈ സ്റ്റോക്കിൻ്റെ ബോറോയിങ്സ് നോക്കുകയാണെങ്കിൽ 3000-ൽ നിന്ന് അത് കുറച്ച് കൊണ്ടുവന്ന് ഏകദേശം 50%ഓളം കടം അവർ കുറച്ച് കൊണ്ടുവന്ന് 1400 അടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ക്യാഷ് റിസർവ് ഇതിനേക്കാളും കുറവാണ് എന്നുള്ളത് ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ ഹൈ ആയിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് ഒരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് ആണെങ്കിലും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തുന്നത് വരെ നമ്മൾ ഈ സ്റ്റോക്കിലൂടെ ഒരു അകലം പാലിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അടുത്ത ക്വാർട്ടറുകളിലൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് പ്രോഫിറ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നതിനെ കുറിച്ച് ആയിരിക്കും. കാരണം ഇതൊരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അടുത്തത് ബോഷ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ചേസിസ് സിസ്റ്റവും ഇലക്ട്രിക്കൽ ഡ്രൈവ്സ്, ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സ്, ബാറ്ററീസ്, ബാറ്ററി ചാർജേഴ്സ്, ബ്രേക്കിംഗ് പാർട്സ്, ഹോൺസ്, ലൈറ്റിംഗ് സെൻസേഴ്സ്, വൈപ്പർ ബ്ലേഡ്സ് തുടങ്ങി വലിയൊരു പ്രൊഡക്റ്റ് നിര ഓട്ടോമോട്ടീവ് സെക്ടറിലുള്ള ഒരു കമ്പനിയാണ് ഈ ബോഷ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. 88,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മിഡ് ക്യാപ്പ് കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 29,954 ആണ്. അതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 31,400 രൂപ വരെ എൻ്റെ ഓൾ ടൈം ഹൈ പോയിരുന്നു. ഫേസ് വാല്യൂ 10 ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. കാരണം ഇവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു പ്രൈസ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. ഡിവിഡൻഡ് ഈൽഡ് 1.61, നല്ല ഡിവിഡൻഡ് ഈൽഡുള്ള ഒരു കമ്പനി കൂടിയാണ് ബോഷ്. 52 വീക്ക് ഹൈയിൽ നിന്ന് 4% മാത്രമേ ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ 52 വീക്ക് ഹൈയോട് അടുത്താണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. PE റേഷ്യോ 52 ആണ്. ഇൻഡസ്ട്രി PE 32 ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 7.62. ഒരു ഓവർ വാല്യൂഡ് പൊസിഷനിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്.
ROC 17.4, ROE 13.2, ഒരു സാറ്റിസ്ഫാക്ടറി ROCയുമാണ്. സെയിൽസ് ഗ്രോത്ത് 16.8, പ്രോഫിറ്റ് ഗ്രോത്ത് 22.4, അതും ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0 ആണ്, ഒരു 0 ഡെപ്റ്റ് കമ്പനിയാണ് എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. പ്രൊമോട്ടർ ഹോൾഡിംഗ് 70%, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 4%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 15% ശക്തമായൊരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാം. ഈ സ്റ്റോക്കിലും ഒരു ഷോർട്ട് ടേം ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ലോങ് ടേം എൻട്രിയാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ അത് ഒരു എക്സ്പെൻസീവ് വാല്യൂഷനാണ്. ബെറ്റർ വെയിറ്റ് ഫോർ എ കറക്ഷൻ. നമുക്ക് ബെസ്റ്റ് ഒരു ബൈങ് ലെവൽ എന്ന് പറയുന്നത് 27,900 അല്ലെങ്കിൽ 28,000 ആ ഒരു ലെവലിൽ നമുക്കിത് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. സോ യു വെയിറ്റ് ഫോർ എ ഡിപ്പ് ഇഫ് യു ആർ ഗോയിങ് ഫോർ എ ലോങ് ടേം എൻട്രി. അടുത്ത സ്റ്റോക്ക് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ആദിത്യ ബിർല ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് ഹിൻഡാൽകോ. ഒരു മെറ്റൽ മൈനിങ് സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. EV ബാറ്ററികൾക്ക് ആവശ്യമായിട്ടുള്ള അലൂമിനിയം ഫോയിൽ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റോക്ക് ഒരു EV സെഗ്മെൻറ്റിൽ ചിത്രത്തിൽ വരാനുള്ള ഒരു കാരണം. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1,39,922 കോടിയുള്ള ഒരു വലിയ ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. ഹൈ പ്രൈസ് പോയിട്ടുള്ള 636, അവിടെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 14.9, ഇൻഡസ്ട്രി PE 23.7, പ്രൈസ് ടു ബുക്ക് വാല്യൂ 1.40, PG റേഷ്യോ 0.94. എല്ലാ അർത്ഥത്തിലും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. ROC 11.3, ROE 11.7. സെയിൽസ് ഗ്രോത്ത് -3.26, പ്രോഫിറ്റ് ഗ്രോത്ത് -20 ആണ്. ഇത് തന്നെയാണ് ഇത് അണ്ടർ വാല്യൂഡായി കിടക്കാനുള്ള കാരണം. ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തും സെയിൽസ് ഗ്രോത്തും അത്ര ആകർഷകമല്ല. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.59 ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 34.6, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 27% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 25% നല്ല ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറവാണെങ്കിലും ഇവിടെ ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു സ്റ്റേക്ക് ഈ സ്റ്റോക്കിലുണ്ട്. ഇത് ലോങ് ടേമിലും ഷോർട്ട് ടേമിലും ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ പാറ്റേൺ നോക്കി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രേക്കൗട്ട് ലെവലാണ് സ്റ്റോക്ക് ഉള്ളത്. ഇപ്പോൾ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നല്ലൊരു ബ്രേക്കൗട്ട് ഈ സ്റ്റോക്കിൽ ലഭിക്കും. എന്നാൽ അത് എത്രത്തോളം നിലനിൽക്കുമെന്ന് കണ്ടറിയാം. കാരണം ഈ സ്റ്റോക്കിൽ വലിയ വളറ്റിലിറ്റി മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 600 എന്നുള്ള ഒരു പ്രൈസിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മാത്രമേ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. സ്റ്റോപ്പ് ലോസ് വളരെ സ്ട്രിക്റ്റായിട്ട് പാലിക്കേണ്ട ഒരു സ്റ്റോക്കാണ് ഹിൻഡാൽകോ. അടുത്തത് ഗുഡ് ലക്ക് ഇന്ത്യ ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയാണ്. സ്റ്റീൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനി. പ്രത്യേകിച്ച് സ്റ്റീൽ ഷീറ്റ്സ്, പൈപ്സ്, എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ്, ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ്, ഫോർജിങ്സ് തുടങ്ങിയ ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിൽ ആവശ്യമുള്ള സ്റ്റീൽ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. കൂടാതെ മറ്റ് മേഖലകളിലും ഇവരുടെ സ്റ്റീൽ പ്രൊഡക്റ്റുകളുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് 2,958 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. 1,169 വരെ ഇതിൻ്റെ പ്രൈസ് പോയിരുന്നു. അവിടെ നിന്ന് 20% കറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്കിൻ്റെ PE 24, ഇൻഡസ്ട്രി PE 24. അപ്പോൾ ഇൻഡസ്ട്രി PEയോട് യോജിച്ചുകൊണ്ട് ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ 3.85 മാത്രം, അതുപോലെ PG റേഷ്യോ 0.5. അപ്പോൾ ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത്. ROCയും ROEയും 16 എന്നുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ROCയുമാണ്. സെയിൽസ് ഗ്രോത്ത് 12, പ്രോഫിറ്റ് ഗ്രോത്ത് 47, അതും വളരെ ഓക്കെ ആയിട്ടുള്ളൊരു സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. അതുപോലെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.96 ആണ്. കുറച്ച് അധികം ഡെപ്റ്റ് ഉണ്ടെങ്കിലും അത് മാനേജബിൾ ലെവലിലാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 54% ഈ സ്റ്റോക്ക്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 5% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 1% ഹോൾഡിങ്ങുമാണ് ഈ സ്റ്റോക്കിലുള്ളത്. ഇപ്പോൾ ഒരു ഫെയർലി വാല്യൂഡ് വാല്യൂഷനിലാണ് ഈ സ്റ്റോക്കെങ്കിലും സ്റ്റോക്കിൽ ഒരു ഫർദർ കറക്ഷനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. ബെറ്റർ വെയിറ്റ് ഫോർ എ കറക്ഷൻ. ഇപ്പോൾ ഒരു ബെസ്റ്റ് ബൈങ് ലെവൽ എന്ന് തോന്നുന്നത് 800-850 ആ ഒരു ലെവലാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് വാലിയൻറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഗ്ലോബൽ ലെവലിൽ EV വെഹിക്കിളുകൾക്കൊക്കെ ആവശ്യമായ ടെക്നോളജിക്കൽ ഹാർഡ്വെയർസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വാലിയൻറ്റ് കമ്മ്യൂണിക്കേഷൻ. അത് കൂടാതെ മറ്റ് സെഗ്മെൻറ്റുകളിലും ഇവരുടെ ടെക്നോളജിക്കൽ സപ്പോർട്ട് സർവീസസ് ഉണ്ട്. മാർക്കറ്റ് ക്യാപ്പ് 407 കോടിയുള്ളൊരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണിത്. 534 ഇതിൻ്റെ ഹൈ പ്രൈസ് പോയിട്ടുള്ളത്. ഇപ്പോൾ 50 വീക്ക് ഹൈയിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്കിൻ്റെ PE 88.9 ഇൻഡസ്ട്രി PE 61.5 PG റേഷ്യോ 17.3 പ്രൈസ് ടു ബുക്ക് വാല്യൂ 10.9 എല്ലാ അർത്ഥത്തിലും ഹൈലി ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുക. ROC 7 മാത്രവും ROE 5.23 മാത്രമുള്ളൊരു സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലി അത്ര സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സെയിൽസ് ഗ്രോത്ത് 65%, പ്രോഫിറ്റ് ഗ്രോത്ത് 584 ഹ്യൂജ് പെർസെൻറ്റേജാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ സ്റ്റോക്ക് ഇപ്പോൾ ഒരു ഓവർ വാല്യൂഡ് സെഗ്മെൻറ്റിലേക്ക് പോകാനുള്ള കാരണം.
ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.05 ആണ്. യാതൊരു കടബാധ്യതകളും ഇല്ലാത്ത കമ്പനിയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 43%. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെയും 1% ഒരു നേരിയൊരു ഹോൾഡിംഗ് മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഈ സ്റ്റോക്കിലില്ല. അപ്പോൾ ഇതൊരു മൈക്രോ ക്യാപ് കമ്പനി ആയതുകൊണ്ട് തന്നെ വളരെയധികം റിസ്ക് ഉള്ള ഒരു കമ്പനിയാണ്. വളരെയധികം വളറ്റിലിറ്റി ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ടെക്നിക്കൽ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ട്രേഡേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഓപ്പറേറ്റർ ഗെയിം ഉണ്ടോ സംശയമുണ്ട്. കാരണം ഇത് ഹൈയിൽ പോകുന്നുണ്ട്, അതേപോലെ താഴേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ വോളിയം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റോക്കിൽ. അപ്പർ സർക്യൂട്ടിലാണ് സ്റ്റോക്കുള്ളത്. എല്ലായ്പ്പോഴും ഈ കറക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് നമുക്കിതിൽ ചാടിക്കയറി ഒരു ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നല്ല വാല്യൂഷനിൽ ഈ സ്റ്റോക്ക് ചിലപ്പോൾ ഭാവിയിൽ അവൈലബിൾ ആയേക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ പ്രാവശ്യ സ്റ്റോക്കുകളൊന്നും ഒരു ബൈങ് റെക്കമെൻഡേഷനോ സെല്ലിംഗ് റെക്കമെൻഡേഷനോ അല്ല. യു ക്യാൻ ഡു യുവർ ഓൺ സ്റ്റഡി ആൻഡ് take your own decision. Thank you for watching. See you next time with another video.